വിളിക്കാം. ഭയങ്കര ഒരു വലിയൊരു എടാ ഞാൻ ഗൈസ്, അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇതാക്കണം, ഞാൻ മിനിയാണ് എടുക്കണത്. കാരണം ഇന്ന് ഞാനൊരു അടിപൊളി പ്രാങ്ക് സെറ്റാക്കിയാണ് ഗൈസ്. നമ്മൾ ആൽഫിന് മാത്രമല്ല പ്രാങ്ക് ചെയ്യുന്നത്, നമ്മളെ ഫ്രണ്ട്സിലാക്കി റോഷനെയും സിങ്കിനും പിന്നെ 1-2 ഫ്രണ്ട്സിനൊക്കെ നമ്മൾ വിളിച്ച് പ്രാങ്ക് ചെയ്യും. ഒരു കിടക്കാച്ച് കുറച്ച് ഡേഞ്ചറസ് സാധനമാണ്. ഞാൻ ഇവിടുന്ന് പോയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നൈസിൽ സൈഡാക്കി എന്നിട്ട് പറഞ്ഞു നമ്മൾ ഈ മിനിക്കുട്ടനെ വെച്ചിട്ടാണ് പ്രാങ്ക് ചെയ്യുന്നത്. പിന്നെ വണ്ടി ഒന്ന് ഓഫാക്കട്ടെ. ഓക്കെ, എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ChatGPT യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ മിനി കൂപ്പർ ക്രാഷായ ഒരു ഫോട്ടോസ് 1-2 ഫോട്ടോസ് ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഞാനിവിടെ ഒരു സ്ഥലം നോക്കണം. ഒന്നെങ്കിൽ വേറൊരു കാറുമായി കൂട്ടി ഇടിച്ചിട്ടുള്ളൊരു സാധനം, അല്ലെങ്കിൽ ഒരു പോസ്റ്റിൻ്റെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് നമ്മൾ ChatGPT പറയും ഇതും അതും ക്രാഷ് ആവുന്നൊരു ഫോട്ടോ നമുക്ക് ആദ്യം സെറ്റ് ആവും നോക്കാം. എന്നിട്ട് മതി നമ്മളുടെ കൂടുതൽ പ്ലാനിങ് കേസ്. കാരണം ആ ക്രാഷ്ഡ് ആയിട്ടുള്ള ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞിട്ട് ആദ്യം അൽഫിനെ പ്രാങ്ക് ചെയ്യണം. എന്നിട്ട് കുറേ ആൾക്കാർ പ്രാങ്ക് മൊത്തം വേറെ വൈബ്, അവരുടെ റിയാക്ഷൻ എന്താ നോക്കണം. സോ നമുക്ക് ആദ്യം ChatGPT ക്രാഷിനോട് സഹകരിക്കുമോ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്താ കാർ ഇവിടെ നിർത്തിയിട്ട് ഇത് വേറെ ആരോ കാറാണ്, എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഈ കാറും ഇടിക്കുന്ന ഒരു ഫോട്ടോസ് നമുക്ക് ചെയ്തു തരുമെന്ന് ചോദിച്ചു നോക്കാം. അതിന് ആദ്യം നമുക്ക് ഫോട്ടോ എടുക്കണം. സോ നമുക്ക് ആദ്യം ഒരു ഫോട്ടോ എടുക്കാം, 1-2 ഫോട്ടോ എടുക്കട്ടോ, 1-2 ഫോട്ടോസ് എടുക്കുക. എന്നിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഏത് ഫോട്ടോ ആണ് കിട്ടാന്ന് അറിയില്ലല്ലോ. സോ ഞാൻ 3 ഫോട്ടോസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്രാഷ് ആവുന്ന നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഏതെങ്കിലും പോസ്റ്റിൻ്റെ അടുത്തോ അങ്ങനെ ഏത് സ്ഥലത്ത് ക്രാഷ് ചെയ്യേണ്ടി വരും, മതിലൊക്കെ യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് നോക്കാം. ഇത് വർക്കായ സെറ്റ് ഗൈസ്, പെട്ടെന്ന് പരിപാടി. അല്ലെങ്കിൽ നമ്മൾ ഇനി പോസ്റ്റ് തപ്പി പോകേണ്ടി വരും. 3 ഫോട്ടോസ് എടുത്തു, 1, 2, 3. അതിൽ ഇതാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നുന്നത്. കാരണം അപ്പം ഇവിടെ വെച്ച് ChatGPT ക്രാഷ് ആക്കാൻ കഴിയും. ഞാനപ്പോൾ ഇതാക്കുന്ന ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടെക്സ്റ്റ് കൊടുക്കട്ടെ, മേക്ക് 2 of the car look like crashed. അയ്യോ, അത് എന്തായാലും മേക്ക് 2 കാർ ലുക്ക് ലൈക്ക് ക്രാഷ് എന്ന് വന്നിട്ട്. സോ നമുക്ക് എന്തായാലും സെൻഡ് ചെയ്യാം. സോ ഐ തിങ്ക് ഇറ്റ്സ് പ്രോസസ്സിംഗ് എന്നാണെന്ന് തോന്നുന്നുട്ടോ. നമുക്ക് നോക്കാം. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ കണ്ടില്ല പ്രോസസ് ആവുന്നുണ്ട്. ഞാൻ ഇവിടെ കാറിന്റെ ബാക്കിൽ നോക്കി പോകുന്നുണ്ട് കാൽക്കുലേറ്റർ ഗൈസ്. അതിൽ CM ആയതുകൊണ്ട് അതിന്റെ ഓർമ്മക്ക് കൊണ്ടെടുക്കണമെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, സാധനം പൊളിച്ച് ഗൈസ്. സാധനം വന്ന് എന്ത് റിയലിസ്റ്റിക് സാധനടേ. 2 കാർ. ഇനി നമുക്ക് ഫോട്ടോ വേണ്ട, ഇത് തന്നെ മതി ഗൈസ്. സെറ്റ്. ഞാൻ ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കട്ടെ കേട്ടോ. കാരണം വെച്ചാല് ഇത് ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കളറൊക്കെ ഒന്ന് കുറച്ചൊന്ന് നാച്ചുറൽ ലുക്ക് ആക്കി എടുക്കാം. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഓ മൈ ഗോഡ്, ശരിക്കും വണ്ടി കൊണ്ടുപോയി ഇടിച്ച പോലെ തന്നെ ഉണ്ട്. കണ്ട കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ബോണറ്റ് ഒരാടെ പൊങ്ങി കണ്ട. അങ്ങനെ അവര് കറക്റ്റ് ചെയ്ത്. ഇത് കണ്ട എന്റെ വണ്ടി ഇടിച്ചതാന്ന് എനിക്ക് തന്നെ തോന്നിപ്പോ. കണ്ട ഒട്ടും വഴുകണ്ട. ആദ്യം തന്നെ നമുക്ക് അൽഫിനെ പ്രാങ്ക് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് അവളെയും കൂട്ടി ബാക്കി എല്ലാവരും പ്രാങ്ക് വെക്കാം. അവരുടെ റിയാക്ഷൻ ഇത് ഭയങ്കര പ്രാങ്ക് ഒന്നുമില്ല, ജസ്റ്റ് ഒരു റിയാക്ഷൻ. ഇത് കാണുമ്പോൾ ആരായാലും പെട്ടെന്ന് വിചാരിച്ചു കുറച്ച് നേരത്തേക്ക്. സോ ലെറ്റ്സ് കോൾ അൽഫി. നമുക്ക് ആദ്യം ആൾക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുത്താലോ? നമുക്ക് അൽഫിനെ വിളിക്കാം. എടുക്കടേ കുട്ട, എടുക്കടേ. എടി ഭയങ്കര ഒരു വലിയൊരു പൊട്ടത്തരം പറ്റിയടി. അറിയാണ്ട് കാർ ഇടിച്ച്. എനിക്കൊന്നും പറ്റിയില്ല, പക്ഷെ കാറ് മൊത്തം പോയടി. എടി വീഡിയോ കോൾ ചെയ്യാൻ ഞാൻ ഇവിടുത്തതൊന്ന് സംസാരിച്ച് തീർക്കട്ടെ. ഞാൻ ആദ്യം നിന്നെ ഇത് വണ്ടി ഇടിച്ച് വേറൊരു കാറിനായിട്ട് ഇടിച്ചത്. വേറെ നിർത്തിയിട്ടൊരു കാരണം കൊണ്ട് അറിയാണ്ട് ചാമ്പി കോപ്പ്. എനിക്കൊന്നും പറ്റിയില്ല, പക്ഷെ കാറ് മൊത്തം പോയിട്ട് ഞാൻ കാറിന്റെ കാര്യം ആലോചിച്ചിട്ടാ ടെൻഷൻ. എന്ത് ചെയ്യുന്ന അറിയില്ല. ഞാൻ ഫോട്ടോ അയച്ചറിയാം, നോക്ക്. ഞാൻ അറിയാണ്ട് ചവിട്ടി വിട്ട് വളച്ചങ്ങ് ഇടിച്ചോടി. ഞാൻ വിളിക്കട്ടോ, ഞാൻ വിളിക്കാം. ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം, വാട്സാപ്പിൽ അയച്ചുതരാം. വെയിറ്റ്, ഞാൻ ഇതൊന്ന് ഫോട്ടോ ഞാൻ ഡോക്ടർക്ക് അയച്ചു കൊടുത്തിട്ട് ചോദിക്കട്ടെ എന്ത് ചെയ്യുന്നു ചോദിക്കട്ടെ. വിളിക്കാം. ഒരാളെ പറ്റിച്ചപ്പോ എന്തൊരു സുഖം. എടുക്കണ്ട, ഞാൻ തിരക്കാണ് വിചാരിക്കണ്ട, അവരായിട്ട് സംസാരിക്കാന്ന് വിചാരിക്കട്ടെ. അടുത്ത നമ്മൾ ഡോക്ടർ സഞ്ജയ് പിള്ള, വൺ ഓഫ് മൈ ഫ്രണ്ട് ആണ്. അവനക്ക് ആദ്യം ഫോട്ടോ അയച്ചെടുത്ത് പ്രാങ്ക് ചെയ്യാം. ഓ ഷിറ്റ് മാൻ, ഷിറ്റ്, ഭയങ്കര ഡിസാസ്റ്റർ ഡേടാ. വാട്സപ്പ് പ്രാങ്ക് അല്ലടാ, വാട്സപ്പ് നോക്കളിയാ.
എടാ നിർത്തിട്ടൊരു കാറിന്റെ ബാക്ക് കൊണ്ട് ഇടിച്ചടാ. എന്തേ എടാ ഡോക്ടർ നിനക്ക് ബുദ്ധി വെച്ചാ? ഇവൻക്ക് ഈ കാറുകളെ പറ്റി നല്ലോണം അറിയത്തുണ്ടിക്ക്, അതുകൊണ്ട് അവൻ പിടിച്ച്. പക്ഷെ നീ ഒരു നേരത്തേക്ക് പേടിച്ചില്ലേ? അതാണ് ലൈൻസ് കണ്ടപ്പോ എന്തോ പ്രശ്നമുണ്ട് നോക്കുമ്പോ. അതെ, എനിക്ക് കാറിന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയുന്നോണ്ട് തന്നെ പിടിച്ച് കേസ് തെണ്ടി. നൈസ് ട്രൈ. പക്ഷെ കൊള്ളാല്ലേ, ഇമേജ് സെറ്റ് ആയിട്ട് വന്നില്ലടാ അല്ലേ? ആ ചാറ്റ് GPT ടാ, സെറ്റ് സാധനം. ഓക്കെ ബൈ, ഞാൻ അടുത്താളെ പ്രാങ്ക് കേട്ടോ ഗൈസ്. അടുത്തത് ഞാൻ കോപ്റ്റർ ബോയ് ഇല്ലേ, വൺ ഓഫ് മൈ ഫ്രണ്ടാണ്. സോ അവനക്ക് ഞാൻ ഇത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നിട്ട് വീഡിയോ കോൾ ചെയ്യും. ഈ നായന് വീഡിയോ കോൾ ചെയ്യും, അതായിരിക്കും ബെറ്റർ. എടുക്കടാ കോള്. എന്റെ ക്യാമറ കാണരുത് കേട്ടോ, അങ്ങനെ വെക്കണം. ക്യാമറ എടാ വാട്സപ്പ് നോക്കടാ. പണ്ടാറ് ഇടിച്ചടാ. എടാ നിർത്തിട്ടൊരു കാറിന്റെ അടുത്തൊന്ന് ഇടിച്ചടാ കോപ്പ്. എടാ എന്റെ വീടിന്റെ ആ ഭാഗത്താടാ. ഞാൻ നേരെ കൊണ്ടുപോയി എടാ ഞാൻ വലിയ സ്പീഡിലൊന്നും അല്ലായിരുന്നു സീരിയസ്ലി. പക്ഷെ ഇടിച്ചപ്പോ ഇങ്ങനെ ആയടാ. അതേ നോക്കണ്, മിനിയല്ലേ? എടാ നിർത്തിട്ട കാറിന്റെ ബാക്കിൽ പോയി ഇടിച്ചിട്ട് മിനി ഇങ്ങനെ ആയിപ്പോയടാ. ഞാനതാ നോക്കണേ, വണ്ടറായിപ്പോയി ഞാന്. എടാ എനിക്കറിയില്ല, ഞാനൊരു ഓളത്തിൽ അങ്ങ് പോയി പെട്ടെന്ന് ബ്രേക്ക് അടിച്ച് നിർത്തില്ല. അടി മൊത്തം ഇലകൾ എന്തായിരുന്നു, ഇങ്ങോട്ട് കേറി ഇടിച്ച്. വാ, എപ്പളാ വരിക? ഞാൻ വന്ന കോപ്റ്റർ കാറിന് മറ്റൊന്നും അറിയില്ലല്ലേ? അയ്യേ, കാറ് സെല്ല് ചെയ്യുന്ന മനുഷ്യന് കട്ട് ചെയ്തില്ലേ? ആ പൊട്ടം വിശ്വസിച്ച്. ഓ ഡോക്ടർ, അവൻ മിക്കവാറും ഇപ്പം ഡോക്ടറിനെ വിളിക്കും. അവൻ ഡോക്ടറിനെ വിളിക്കണം, ഡോക്ടറിനെ വിളിക്കണം. എന്താ അറിയോ? അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നത് പ്രാങ്കാണ്. നിന്റെ പൊന്നല്ലേ സീൻ. അവനത് അവൻ ഫുൾ ടെൻഷനില്. പൊളി. അവൻ കറക്റ്റ് വിശ്വസിച്ച്. അവന്റെ എക്സ്പ്രഷൻ ഞാൻ എടുത്തിന് സീരിയസ്ലി. അവന്റെ എക്സ്പ്രഷൻ അവൻ വീഡിയോ കോളിൽ ഞാൻ എടുത്ത്. അവൻ പേടിച്ചു. എടാ ഒരാളെ പറ്റിച്ച എന്ത് സുഖല്ലേ? അതെ അവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അടുത്ത ആളെ വിളിച്ച് പറ്റിക്കട്ടെ. ബൈ. സെറ്റ്. ഞാനപ്പോ റോഷന് ഫോട്ടോ അയച്ചിന്. ഞാൻ എന്തായാലും വീഡിയോ കോൾ ആയിട്ട് കഴിച്ചു. ഇനി നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, അതായിരിക്കും ഫണ്ട്. എന്നിട്ട് ക്യാമറ ഇതിൽ കാണാത്ത രീതിയിൽ വെക്കാം. ഓക്കെ, സോ യാ. ഹലോ എടി, വാട്സപ്പ് നോക്കടി. നമ്മളെ കാറ് പോയടി. വാട്സപ്പ് നോക്ക്. വാട്സപ്പ് എടാ നിർത്തിട്ടൊരു കാറിന് കൊണ്ടുപോയി ചാമ്പിയടാ. എനിക്കൊന്നും പറ്റില്ല. കാറിന്റെ ബോണറ്റും സാധനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പോയി ഇടിച്ചടാ. ഞാൻ ഒറ്റക്ക്. ആടാ നല്ല ഫണ്ടാവും. മുമ്പ് മൊത്തം പൊളിഞ്ഞ് പാളീസായി. ഞാനൊരു ഞാൻ നിർത്താൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ നിലത്ത് കുറെ ഇലൊക്കെ കണ്ടില്ല. പിടിച്ചപ്പോ അങ്ങ് കേറി ഇടിച്ച് ബോണറ്റ് മൊത്തം അങ്ങ് പോയി. നീ ഫ്രീ ആണ്? എടാ നീ ഫ്രീ ആകുമ്പോ ഇറങ്ങുക. ഈ കാറൊന്ന് കൊണ്ടു കൊടുക്കണം, ടോൾ ചെയ്യണം. അതാണ്. ഓക്കെ, നോക്കണം. ഓക്കെടാ, ശരി. ആടാ, വിളിക്കാം. അൽഫിപ്പം വിളിച്ചിരുന്ന്. അവളിപ്പം കൂടെ വരുന്നു. ലൊക്കേഷൻ അയച്ചു കൊടുത്ത്. അപ്പൊ കോപ്റ്ററിന് ഓൾറെഡി ഈ സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൊ ഇവനെ ഇടക്കിടക്ക് ഇവിടെ വന്ന് പാർക്ക് ചെയ്യേണ്ട വലിയൊരു റോഡാട്ടോ. അപ്പം കോപ്റ്റർ ഇപ്പം വരും. കോപ്റ്റർ സീൻ. ഓ, അപ്പൊ അൽഫി ഇപ്പം വരും ഗൈസ്. രണ്ടാൾക്കാർ. ആദ്യം അൽഫിയേക്ക് എത്തുക, അവളോട് എടുത്താണല്ലോ. അപ്പം കോപ്റ്റർ കാക്കനാട് നടത്തണം. സോ എന്തായാലും വെയിറ്റ് ചെയ്യുക. സക്സസ്. പിന്നെ റോഷനും ഇവരൊക്കെ ഈവനിങ്ങും വരും. നമുക്ക് അരുൺ സ്മോക്കി അവനക്ക് ഞാൻ ഫോട്ടോ അയച്ചിട്ട് നമ്മൾ വീഡിയോ കോൾ. അവൻ കാറിന്റെ വലിയ കൊണാണ്ടറല്ലേ,
ഞാൻ ഇതാക്കണ ഫോട്ടോ അവനക്ക് അയച്ചിട്ടുണ്ട്. അപ്പം അവന് വീഡിയോ കോൾ ചെയ്തേക്കാം. എക്സ്പ്രഷൻ നമുക്ക് കിട്ടണമല്ലോ. ഹലോ എടാ, ഒരു പണി കിട്ടി, ഒന്ന് വാട്സപ്പ് ചെയ്യോ? എടാ അതൊന്നും അല്ല നായേ, നീ ഒന്ന് നോക്കടാ, ഒരു സീനായടാ. അതല്ല നായ പറഞ്ഞു, നീ വലിയ കൊണാണ്ടറായോണ്ട് എനിക്ക് അയച്ചൊന്ന് നോക്കിയതാ. ഒരു നിർത്തിയിട്ട വണ്ടിന്റെ ബാക്ക് കൊണ്ടുപോയി ചാമ്പിട്ട് ഇങ്ങനെ ആയിപ്പോയടാ. എടാ ഞാൻ ഇടിച്ചതാ, ബാക്ക് കൊണ്ടുപോയി ചാമ്പി. ഏതോ ഒരു പൊട്ടന്റെ, ഏതാ അറിയില്ല, ആളില്ലാത്ത കാറിന്റെ. ചിരിക്കില്ലടാ, ഫീലിങ്സ് ആണല്ലേ. അതാ ഞാൻ അങ്ങനെ നോക്ക ഇത് എങ്ങനെ റെഡിയാക്കുന്നു. ആ മിനി കൂപ്പറാ ആണോ? എത്ര ഏകദേശം ഈ ബമ്പർ മൊത്തം പോയിന്ന് തോന്നുന്നില്ലേ? ഒക്കെ ശരിയാക്കാം. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ എന്ത് ആൾക്കാർക്കൊന്നും പറ്റില്ലല്ലോ. അതെ അതെ, അത് കുഴപ്പമില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട വണ്ടി ഇടിച്ച് ആര് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റില്ല. കാറ് നമുക്ക് നന്നാക്കാവുന്ന കാര്യ. നീ ഒരാളുടെ ഒരു വിരലിന്റെ തുമ്പ് പോയി കഴിഞ്ഞാൽ നിനക്ക് ജീവിതം ഉണ്ടാക്കിയ പൈസ ഫുള്ള് നിന്റെ മുന്നിൽ. നീ ഭയങ്കര ഉപദേശകനാണല്ലോടാ. കാര്യമായിട്ട് പറഞ്ഞല്ലേ, നമ്മളങ്ങനല്ലേ, നിനക്ക് പൈസ ഉള്ളതല്ലേ, നമ്മള് കാർ അടിച്ചു നോക്കിയ വേറെ ആർക്കൊന്നും പറ്റിയില്ല. അങ്ങനെ ചെയ്ത് സമാധാനിക്കുക. എന്ന് ഞാൻ സത്യം പറഞ്ഞ അത് AI ജനറേറ്റർ ആടാ മൊണ്ണ, നിന്നെ പ്രാങ്ക് ചെയ്താടാ. വരാണ്ടിരുന്നത് സീരിയസ് ആയിട്ട് എന്തെങ്കിലും വിശ്വസിക്കുക. പക്ഷെ സാധനം ജെനുവിൻ ആയിട്ടില്ലേ? ജെനുവിൻ സാധനം പോലല്ലേ? ഇപ്പം വിചാരിച്ച് കൊറച്ച വർക്ക് ഇട്ട് കമ്മീഷൻ അടിക്കാതെ കയറി നിക്കല്ലോ നായേ. നിനക്കൊരു ഹെൽപ്പ് ചെയ്യാൻ നോക്കിട്ട് നോക്ക്. അടിപൊളിയുണ്ട്. പക്ഷെ സെറ്റല്ലേ? നിനക്ക് ഞാൻ ഇതിലൊരു ഭാവി കാണുന്നു. എവിടെയെങ്കിലും നീ ഇടിച്ചിട്ട് നീ എന്നെ വിളിക്കും. അല്ല ഇനി അങ്ങനെ ഇല്ലട്ടോ, ഇത് ലാസ്റ്റ് ആട്ടോ, ഇനി പ്രാങ്ക് ഒന്നും ഇല്ലട്ടാ. ഇല്ല ഇത് എന്തോ ഞാൻ വിശ്വസിക്കില്ല. ഓക്കെടാ, ബൈ ബൈ, എൻജോയ്. ശരിയടാ, ശരി. വണ്ടിനെ പറ്റി വലിയ കൊണാണ്ടറാണ് അവൻ. സെൽഫി ഇരുന്നുണ്ട്. അവള് ബാക്ക് സൈഡേ കാണുള്ളൂ. ഇപ്പൊ വണ്ടിന്റെ അവള് ബാക്കിൽ നോക്കടി, ഇങ്ങോട്ടോ ഫ്രണ്ടില് ഒന്നായിട്ട് ഇടിച്ച് പണിയായി പോയി. വണ്ടിയുടെ ബാക്കും കിടപ്പും കണ്ടപ്പോ പകുതി ഇട്ടിട്ടാ ഞാൻ ഓടി വന്നു. ചിക്കൻ പകുതി ഇട്ടിട്ടല്ല, ഫുഡ് കഴിക്കണ്ട മോൻ. പ്രാങ്ക് ആയി പ്രാങ്ക് ആയ ഫണ്ണിയല്ല സാലി. എന്നാ നിനക്കെന്നാ ഫോണിൽ കൂടെ പറഞ്ഞുകൂടി, ഞാൻ ഇവിടെ ഒരു ഓടി മാറ്റി വരണമായിരുന്നോ? എൽഫി, ഞാൻ കുറെ ആൾക്കാരെ കൊണ്ട് വിളിച്ചിട്ടുണ്ട്. ഓരോരുത്തർ വന്നെടുക്കുക, കോപ്റ്റർ വരും. നിന്റെ എക്സ്പ്രഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവള് ഞാൻ ചിക്കൻ അവിടെ ഇട്ടത് ഫോട്ടോ കണ്ടായിരുന്നു. ഫോട്ടോ റിയലായിരുന്നു. എനിക്കൊന്നും പറ്റില്ല. മേലായി ഇനി ഈ ശല്യം നിന്റെ കൂടെ ഉണ്ട്, തുടരും. ഒരു ഫൺ പാർട്ട് പറയട്ടെ. കോപ്റ്റർ അവിടുന്ന് കാക്കനാടുന്ന ബ്ലോക്കും കഴിഞ്ഞ് വരുന്നുണ്ട് കാറ് കാണാൻ. എടാ ദ്രോഹം കിട്ടി, ഞാൻ ഓനെ വിളിച്ചു പറയാൻ പോവാ, നീ വരണ്ടെന്ന്. വിളിച്ചു പറയരുത്. ദിസ് ഇസ് മൈ എന്റർടൈൻമെന്റ്. ഓടി. ഇപ്പൊ ഞാൻ സഞ്ജയിനോട് ടെക്സ്റ്റ് ചെയ്ത് പറഞ്ഞു, അറിയില്ലേ എടുക്കട്ടോ. എടുത്ത് ദേ കറക്റ്റ് വീഡിയോ കൂടി എടുക്കാൻ വെച്ച്. നിന്റെ അഭിപ്രായം എന്താ? ഇങ്ങനെ നന്നാക്കും? ഇത് ശരിക്കും സംഭവിച്ച ഇനി ഇവന്റെ കൂടെ ശരിക്കും ഞാനും ഇതേപോലെ മാറ്റി വന്നതാ. നോക്കണേ, ഇവള് മാറ്റിയത് നീ മാറ്റി. ഇത് മറ്റേ പുലി വരുന്നേന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഒഴിവാവൂലേ? ആ ലാസ്റ്റ് ശരിക്കും എന്തെങ്കിലും സംഭവിക്കുമ്പോ ഒരാള് പാവം നിനക്ക് ഇത്ര കിട്ടിയാ മതി. കാക്കനാടുന്ന് വർക്ക് ചെയ്തതിന്റെ ഇടയ്ക്ക് എടാ നിനക്ക് ഒരു എടാ കൊടുക്കടാ, നീ കൊടുത്തോ, ധൈര്യം കൊടുത്തോ. എന്തിനാണെന്നറിയാം. സോറി അല്ലേ, പക്ഷെ സ്നേഹത്തെ ഞാൻ എന്നും അഭിമാനിക്കുന്നു. എടാ ഇനി എന്തേലും ഉണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കൺഫേം ചെയ്താൽ മതി. ഞാൻ അരുൺ സ്മോക്കിനെ വിളിച്ച്
ഡോക്ടർ ഇതിന് മുമ്പ് പ്രാങ്കാന്ന് വിളിച്ചിരുന്നു, അതുകൊണ്ട് ഡോക്ടറിന് പെട്ടെന്ന് കത്തി. വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് സാലിക്ക് വിളിച്ചല്ലേ പ്രാങ്കിനായിട്ട്. ഞാൻ അപ്പോഴും എനിക്ക് കത്തിയില്ല, പക്ഷെ നീ ഫോട്ടോ അയച്ചല്ലോ, അത് നീ ഇങ്ങനെ ഫോട്ടോ അയച്ചു. ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനം. എനിക്കിന്ന് ഭയങ്കര ഹൈയുടെ എത്ര ആൾക്കാരെ പറ്റിച്ചടാ ഞാൻ. ഒരു സമാധാനം നീ പറ, നിനക്ക് പറയാനുള്ള പറ. ഫോട്ടോ ചെന്നല്ലായിരുന്ന ഫോട്ടോ കണ്ടപ്പോ ഞാൻ എന്തായാലും ഒരു നിമിഷത്തേക്ക് ഇവൻ പേടിച്ചിട്ടാ. അപ്പോൾ കൃതാർത്ഥനായി. ഇന്നത്തെ വീഡിയോ ഫലിച്ചിരിക്കുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് പ്രാങ്ക് എവർ ഗൈസ്. ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് ഇതുവരെ പ്രാങ്ക് ചെയ്തു. സോ ലവ് യു ഓൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. ഫോട്ടോ ഇല്ലെങ്കിൽ വിശ്വസിക്കില്ല, ഫോട്ടോ ആണ് സെറ്റ്. ഞാൻ വേറെ ലെവലല്ലേ.